ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് ഗൈസ്. അതും സെയിം പതിവ് തെറ്റിച്ചില്ല, രാത്രിയിൽ തന്നെ ഞങ്ങളുടെ പക്ഷെ ഇന്ന് ശനിയാഴ്ച അല്ല, ഇന്ന് ചൊവ്വാഴ്ച. ശനിയാഴ്ച ഒന്ന് മാറ്റി പിടിച്ച്. ശനിയാഴ്ച ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും പനി, ജലദോഷം, ചുമ, ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ സാറ്റർഡേ സ്പെഷ്യൽ മാറ്റിയായിരുന്നു. അതിനിടക്ക് നമ്മള് സാറ്റർഡേ സ്പെഷ്യൽ മാറ്റി മാത്രമല്ല, ഇക്കൊക്കെ ഇപ്പൊ അധികം നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിവിടെ മൊത്തത്തിൽ ഒഴിവാക്കിയിരിക്കുവാണ്. ഇപ്പൊ വല്ലപ്പോഴും കൂടി കഴിഞ്ഞ ദിവസം എയർ ഫ്രയറിൽ നമ്മൾ അൽഫാം ഉണ്ടാക്കി. അത് പക്ഷെ പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഞങ്ങൾ എടുത്തില്ല. അതെ, നമ്മള് വിശപ്പിന്റെ അതികഠിനമായതുകൊണ്ട് വ്ലോഗ് എടുക്കുമ്പോ അതേക്ക് അത് മാത്രല്ല, നമ്മള് എറണാകുളം പോയിട്ട് വന്നിട്ട് അന്ന് നൈറ്റ് ആയിരുന്നു. പിന്നെ ഒരു വ്ലോഗ് എടുക്കാനുള്ള മൂടൊന്നും ഇല്ല. വിശന്ന് കൊടല് കഴിഞ്ഞിട്ട് ഞങ്ങളന്ന് ഫുഡ് എന്ത് റെഡിയാക്കാം, ഫോണിന്റെ റെഡിയാക്കാൻ ബാറ്ററി മാറാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ ബാറ്ററി മാറാൻ വേണ്ടി ഞങ്ങളുടെ ഐഫോണിന്റെ ലാമിനേഷൻ ചെയ്യാനായിട്ട് ഞാൻ എറണാകുളം പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ല. ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി തപ്പി വന്നപ്പോഴത്തേക്ക് ഫുഡൊക്കെ തീർന്നു. കോഫി ചായ കുടിക്കാൻ പാടില്ല, കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ അതുകൊണ്ട് പോന്ന്. അതുകൊണ്ട് സാറ്റർഡേ സ്പെഷ്യൽ ഇപ്പൊ കുറെ ദിവസമായിട്ട് സ്പെഷ്യൽ ഒന്നും ഇല്ല. ഇപ്പൊ 2 ദിവസം ഞങ്ങള് വ്ലോഗ് ഒക്കെ ചെയ്തിട്ടല്ലേ, ഷോർട്സ് എടുക്കാൻ ഒച്ചയില്ല. ഫസ്റ്റ് കൊണ്ടുവന്നതാണ് നൈസ. കയ്യാപ്പിയാണ് ആദ്യം കൊണ്ടുവന്നത് സ്കൂളിൽ നിന്ന്. അല്ല, നൈസായും കയ്യാപ്പി ഒന്നിച്ചാ കൊണ്ടുവന്നത്. ഒരു ദിവസം ഞങ്ങള് ബീച്ചിൽ പോയി 2024 തുടങ്ങിയ പരിപാടി ചെയ്ത് കാര്യം അടുപ്പിച്ച് ആ ഒരു ന്യൂ ഇയറിന്റെ മുന്നത്തെ ഞങ്ങൾ ബീച്ചിന്റെ അവിടെ നിന്ന് ഷോർട്സ് എടുത്ത് 2024-25 അതിന് വേണ്ടിട്ട് കൊറേ വെയില് കൊണ്ടായിരുന്നു. വെയിൽ കൊണ്ടപ്പോ നൈസാക്ക് സെറ്റായി. അങ്ങനെ നൈസ ജലദോഷം, തുമ്മൽ, ചുമ ഫസ്റ്റ് തുടങ്ങി. അച്ഛനും ഒരു ദിവസം ഇങ്ങനെ വന്ന് ജസ്റ്റ് അങ്ങ് പോയി. ആ ഒരു ദിവസം 2 ദിവസം റെസ്റ്റ് എടുത്ത് അച്ഛനും അങ്ങ് മാറി. കയ്യാപ്പി ഇങ്ങനെ ഒന്നും ഒറ്റയ്ക്ക് ചുമച്ചോണ്ട് കയ്യാപ്പിക്കും വന്നങ്ങോട്ട് ഉണ്ട്. എന്നാലും ഞാൻ രണ്ടുപേർക്കും ഉണ്ട്, ചുമയാണെങ്കിലും ജലദോഷമാണെങ്കിലും മൊത്തത്തിൽ പോയിട്ടില്ല. സൗണ്ട് ഇല്ല. ഇന്നൊക്കെ ഇച്ചിരി ഇങ്ങനെ ഒച്ചടക്കൊക്കെ വന്നു തുടങ്ങി. മൊത്തത്തിൽ പനി പിടിച്ച് ഒരു പരുവത്തിൽ എനിക്ക് മാത്രമായിട്ട് അല്ല അനുകരിച്ചൊരു കുഴപ്പമില്ല. പക്ഷെ പണി കിട്ടി. അനിയുടെ കാലിലെ അതല്ല, ഇതിന്റെ ഇടക്ക് വേറെ പണി. കഴിഞ്ഞ ദിവസം രാത്രി 1:30 ഹോസ്പിറ്റലായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. രാവിലെ എഴുന്നേറ്റ് കൈയുടെ മസിലിവിടെ 2-3 റെഡ് കളർ കുത്തു കണക്കാണ്ട്. അതിന്റെ അന്ന് ഞങ്ങള് പോയിട്ട് ബീഫ് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് അവിടെ പോയിട്ട് ബീഫ് ബിരിയാണി കഴിച്ചു. പക്ഷെ എനിക്ക് ബീഫിന് ഇന്നലെ അലർജിയൊന്നും ഇല്ല. പക്ഷെ അത് 8-ന് പണിയിട്ട് വൈകിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ചൊറിയാൻ തുടങ്ങി. അത് അന്ന് ഞാൻ സഹിച്ച്. എനിക്ക് ഇഞ്ചക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിയാണ്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ചൊറിച്ചിലൊന്നും കൂടെ കൂടി. വൈകിട്ടായപ്പോ സെറ്റ് ഫുള്ള് കൈയും കഴുത്തും വയറിന്റെ അവിടെയൊക്കെ നിറച്ചും ചൊറിഞ്ഞ് മാന്തി ഞാൻ പൊട്ടിച്ചു. അവിടെ കൊണ്ടു ചെന്നപ്പോ അവര് പറഞ്ഞ് അലർജി ടെസ്റ്റ് ചെയ്ത്. അപ്പം പറഞ്ഞ് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. 2 ഇഞ്ചക്ഷൻ എടുത്ത്, ഒന്ന് കയ്യിൽ, ഒന്ന് ഏണിനും എടുത്ത് 2 ഇഞ്ചക്ഷൻ എടുത്ത് 1 മണി വരെ നിന്ന് കുഴപ്പമില്ലാന്ന് പൊയ്ക്കോളാം. അപ്പൊ 8 ദിവസം കൊണ്ട് സ്കിന്നിൽ കൊണ്ട് കാണിച്ചപ്പോ 5 ദിവസത്തേക്ക് മരുന്ന് തന്ന്. മരുന്ന് കഴിച്ചിരുന്നവരെ ബീഫ് കഴിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നും കൂടെ കഴിച്ചു നോക്കാൻ പറഞ്ഞു. കഴിച്ചോടെ അലർജിയാണ്. പിന്നെ ബീഫ് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റും. പിന്നെ അടുത്ത വിശേഷം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിശേഷം. ഇനി കുറച്ചു നാളത്തേക്ക് ഞാൻ ഒതുങ്ങി സ്വസ്ഥം റൂമിൽ. വലിയ വിശേഷം. റെഡിയായി കാലിലിട്ടിരിക്കുന്ന സ്റ്റീല് ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെയൊക്കെ തിരക്കായിരുന്നു. ഞങ്ങൾ ന്യൂ ഇയർ കഴിഞ്ഞപ്പോ തൊട്ട് ഇങ്ങോട്ട് പനി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന്. ഇനി നാളെയും കൂടി പോയിട്ട് ഞങ്ങൾ ഫൈനൽ തീരുമാനം അതിനുശേഷം നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. നാളെ അറിയാം ചെയ്യണോ വേണ്ടേ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റ്, ECG എല്ലാം എഴുതി തന്ന്. ബ്ലഡ് ടെസ്റ്റ് എല്ലാം നമ്മൾ സർജറിക്കുള്ള എല്ലാ ടെസ്റ്റും എല്ലാ കാര്യങ്ങളും എല്ലാം എഴുതി തന്ന്. അപ്പൊ ഒരു പേടിയൊന്നും നിങ്ങളുടെ ചോദിച്ചാൽ ആദ്യമേ ഒരു വർഷം ഞങ്ങളൊന്ന് കണ്ടു കാണിച്ചു. അപ്പൊ 2 ഡോക്ടേഴ്സും പറഞ്ഞു ഓൾറെഡി 1 ഇയർ കഴിഞ്ഞോണ്ടിട്ട് ഓൾറെഡി അതൊക്കെ സെറ്റ് ആയിട്ടിരിക്കും, നമുക്ക് എടുക്കാം. കാര്യം അത് നമുക്ക് ഫുൾ ഇങ്ങനെ ഇടാൻ പറ്റില്ല, അത് എടുക്കാനുള്ളത് എന്തായാലും.
അപ്പൊ എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സ്ക്രൂ അതിന്റെ അകത്ത് ഇങ്ങനെ പൊടിഞ്ഞിരിപ്പുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷെ ഇത്തിരി ടഫാണ് അത് എടുക്കുന്നത്. എന്തോ എടുക്കണം, അത് എടുക്കുന്നത് ഭയങ്കര റിസ്ക് ആണ്. 90% വിജയിക്കുന്ന ഉറപ്പില്ല. അത് എടുക്കുന്ന സമയത്ത് ചിലപ്പോ അസ്ഥി പൊട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ചെറുതായിട്ട് പേടിപ്പിച്ചില്ല. അവരുള്ള കാര്യം പറഞ്ഞാൽ ഇത്തിരി പേടിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെ പൊട്ടിയ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ അവിടെ കറക്റ്റ് ഒരു സ്ക്രൂ വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഒട്ടിച്ചേരുന്നത് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് ഇത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ ഗ്യാപ്പ് പെട്ടെന്ന് സെറ്റ് ആവും, അത് ഇങ്ങനെ അതുകൊണ്ട് പിന്നെ നമുക്കൊരു ഒരു ഉറപ്പ് വരാത്തോണ്ട് നമ്മൾ ഇന്ന് വേറൊരു ഡോക്ടറെ പോയി കണ്ടു. അവരും അത് തന്നെ പറഞ്ഞു, എടുക്കണമെങ്കിൽ എടുക്കാനായിട്ടുണ്ട്, 1-2 വർഷത്തിലുള്ള എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഞങ്ങള് ഈ വർഷം ചെയ്യണോ അതോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്യണോ എന്നിങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ നടക്കുക. നാളെ ഫൈനൽ. അതന്നെ. അപ്പൊ അതിന്റെ 2 ദിവസം കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ പുറകെ തന്നെയാണ്. അപ്പോൾ നാളെ ഫൈനൽ. നാളെ പോയി ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ കുഴപ്പമില്ല എടുത്തോ, പറഞ്ഞെടുത്തോളാം പറഞ്ഞു. എടുത്തോണ്ട് പ്രശ്നമൊന്നും ഇല്ലാതെ ഓക്കെ ആണെങ്കിൽ എടുത്തോന്നുണ്ടെങ്കിൽ ഈ മാസം എന്തായാലും സർജറി ഉണ്ടാവും. അപ്പൊ എന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ അങ്ങോട്ട് കാണിച്ചു. അപ്പം ഉമ്മ അടുത്ത് വൈകിട്ട് പറഞ്ഞു ഒന്ന് ഉമ്മായും കൂടെ ചെല്ല്, എന്നിട്ടൊന്ന് ചോദിച്ചിട്ട് ലാസ്റ്റ് ഫൈനൽ തീരുമാനം അറിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ചെയ്യണം. അപ്പൊ നാളെ രാവിലെ ഹോസ്പിറ്റലാണ്. ചിക്കൻ കുറച്ച് മേടിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, വയർ നിറച്ച് കഴിച്ചിട്ട് പോകാതെ വിചാരിച്ചു. എനിക്ക് സൂചി കുത്തുന്ന പേടി, ഇഞ്ചക്ഷൻ എടുക്കുന്ന പേടിയാ, ബ്ലഡ് എടുക്കുന്ന പേടി, എനിക്ക് എല്ലാം പേടിയാണ്. അപ്പൊ എന്തായാലും കുത്തും. ഇനി എന്തായാലും വീട്ടിൽ റെസ്റ്റ്. അപ്പൊ അതിന്റെ മുന്നേ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, അതെല്ലാം വെച്ച് ആദ്യമേ മസാല ഷവയാണ്. അപ്പൊ ഇക്കൊക്കെ വയറിന് ആ ഒരു എരിച്ചില്ല ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ മസാല ഷവായി മാറ്റി സാദ് ഷവായി ആക്കി. അപ്പം ഷവായി നമുക്ക് ഉണ്ടാക്കാം. ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഷവായി. അത് എയർ ഫ്രയറിലായിട്ടാ വെക്കുന്നത്. അപ്പം സെൽഫ് ഉണ്ടാക്കി എയർ ഫ്രയർ. അപ്പൊ ഞങ്ങൾ മാക്സിമം ഓയിലൊക്കെ ഒഴിവാക്കി എയർ ഫ്രയറിലോട്ട് പിന്നെ ഞങ്ങൾ കടക്കുകയായി. അപ്പോൾ നമുക്ക് എയർ ഫ്രയറിൽ ഷവായി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാൻ ഗൈസ്. കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ അടുത്ത കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോ നിങ്ങൾക്ക് കാണുമ്പോ പെട്ടെന്ന് തോന്നില്ല. ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങളുടെ മുന്നേ വെച്ച് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ, ഉണ്ടാക്കിയിട്ടില്ല. കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഷവായി ഒക്കെ കഴിക്കുന്ന പോലും. ഞാൻ കല്യാണം ശിക്കാടെ കൂടെ നിന്നിട്ട് കഴിക്കുന്നത്. അങ്ങനത്തെ ഫുഡ് ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഇക്ക പുറത്ത് പോകും കൂട്ടുകാരായിട്ട് കഴിക്കും. ഇവിടെ ഇന്ന സാധനം ഞാൻ പറഞ്ഞിരിക്കാം കൊണ്ട്. അപ്പൊ ആദ്യമൊക്കെ പറയില്ല കൊണ്ടുവന്നില്ല, ഞാൻ തിന്നില്ല. പിന്നെ കൊണ്ടുപോകും കേട്ടോ, കൊണ്ടുപോകും മേടിച്ച് കഴിക്കും. അങ്ങനെ കൊണ്ടിക്കായിട്ട് മേടിച്ചത്. അല്ലാതെ എനിക്ക് സാധനത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ പണ്ട് ചിക്കനേ കഴിക്കും. എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചിക്കൻ. പിന്നെ ഓഫീസിൽ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ ഉമ്മ ചിക്കൻ കഴിക്കത്തില്ല, ബീഫാണ് ഞങ്ങളുടെ വീട്ടിൽ കൂടുതലും മേടിക്കുന്ന. എന്റെ ഇത്ത കല്യാണം കഴിഞ്ഞ ശേഷം അവളാണ് ഓരോ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങിയ. അങ്ങനെ ജോലിക്ക് വെച്ചിട്ട് അവിടുത്തെ സാറാണ് കുറേശ്ശെ ഫ്രൈ കഴിക്കുകയാണ്. ചിക്കൻ ഫ്രൈ കഴിച്ച് പുള്ളി ഇതല്ല വെളുത്തുള്ളി എടുത്ത് അമ്മാനും മടുന്നു. അങ്ങനെ അവിടെ നിന്ന് ചിക്കൻ ഫ്രൈ വെച്ച് കഴിച്ച് ഫസ്റ്റ് അതാ കഴിക്കുന്നതാണ്, ചിക്കൻ ഫ്രൈ കഴിക്കുന്നത്. അങ്ങനെ കഴിച്ച് ടേസ്റ്റ്. പക്ഷെ എനിക്ക് ഇപ്പോഴും ചിക്കൻ ഈ ഫ്രൈ ചെയ്യാതെ കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് കോഴിയുടെ മണങ്ങൾ തോന്നും, പച്ചക്കറിയുടെ മണങ്ങൾ. അതുകൊണ്ട് ഇവിടെ കൂടുതലും ഫ്രൈ ചെയ്താ വെക്കണം. 1-2 പ്രാവശ്യം എന്തോ അല്ലാതെ വെച്ച്. പക്ഷെ എനിക്ക് എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർക്കറിയാൻ കുഴപ്പമില്ല, എനിക്ക് മാത്രമല്ല ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ ഇതായി കഴിക്കും. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പൊരിച്ചിട്ട് ചിക്കൻ കറി വെക്കുന്നത് കൂടുതൽ കഴിക്കും. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ അധികം. ഇക്കയുടെ വീട്ടിൽ അങ്ങനെയാണ്. ഇക്കയുടെ വീട്ടിൽ ഞാൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ അല്ല നോർമലാ, പക്ഷെ കഴിക്കില്ലെന്ന് ഞാൻ പറയത്തില്ല. കുറച്ച് ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാന്ന് പറയാം, സാധാരണ നോർമലായിട്ടാ കറി വെക്കുന്നത്. എന്തെങ്കിലും വിശേഷമായിട്ടുള്ള എന്തെങ്കിലും സംഭവമൊക്കെ വരത്തില്ലേ, അപ്പൊ അമ്മ കുറച്ചെടുത്ത്, അത് ഇത്ര മസാല ഒന്നും തേക്കത്തില്ല, കുറച്ച് മസാല എടുത്ത് പൊരിച്ചിട്ട് അങ്ങനെ കറി വെക്കും. ഞാൻ കൂടുതലല്ലാത്ത കഴിച്ചിട്ടുള്ള വീട്ടിൽ വെച്ച്. അപ്പം നമുക്ക് ഷവായിലോട്ട് പോകാം. അതെ, സമയം 7 മണി. ഇക്ക വരുന്നതിന് മുന്നേ ഇക്ക അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ, ഉണ്ടാക്കുന്നുണ്ടായോ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല.
ഫുഡ് ഇന്ന ഉണ്ടാക്കുന്ന പറയല്ല, വീഡിയോ ഒന്നും ഒരു കാര്യം പറയണില്ല. ഇക്ക വരുന്നതിന് മുന്നേ എപ്പോഴും പറയുന്നത് എനിക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. നടക്കുമ്പോ ചീറ്റ് പോകുന്ന അറിയത്തില്ല. ഇപ്പം കയ്യാപ്പിനെ വിളിക്കാൻ വേണ്ടി പോണം. കയ്യാപ്പിനെ വിളിക്കാൻ പോകുന്നതിന് മുന്നേ ചിക്കന് മസാല പുരട്ടി വെച്ചിട്ട് പോവാം, അല്ലെങ്കിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് തരാം. അപ്പൊ മസാല പുരട്ടി വെച്ചിട്ട് പിന്നെ എയർ ഫ്രൈയിൽ കയറ്റി ഫ്രൈ ചെയ്യാം. ആ ഒരു കടമ്പ മാത്രമേ ഉള്ളൂ, വേറെ ഒരു കടമ്പ. പിന്നെ മയോണൈസ് ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. പാല് മേടിക്കാൻ, അങ്ങനത്തെ കുറച്ച് ഇക്ക വീട്ടിൽ പോകും അടുത്ത് പോയി, അതുകൊണ്ട് നീക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാന്ന് അറിയത്തില്ല കേട്ടോ. എന്നാലും അവിടെ പോയാൽ എന്തായാലും കഴിച്ചിട്ടേ വരത്തുള്ളൂ. പിന്നെ ചിക്കൻ ആയതുകൊണ്ട് കഴിക്കും വരുമ്പോ കണ്ട. അപ്പോൾ നമുക്ക് ഷവായ ഉണ്ടാക്കാൻ തുടങ്ങാം ഗൈസ്. ഇന്ന് എല്ലാ പ്രാവശ്യം എല്ലാ സാധനം സെറ്റ് ആയിരിക്കും. ഇന്ന് ഇല്ല ഒരു നെയ്സാടെ ഈ ഒരു വെളുത്തുള്ളി മാത്രമാണ് പൊളിച്ചിരിക്കുന്നത്. അപ്പൊ അത് തുടങ്ങണം. കാര്യം ചിക്കൻ കഴുകി വെച്ചിരിക്കുന്നോണ്ട് ആ ഒരു പണിയില്ല. ബാക്കി എല്ലാം നമ്മൾ തുടങ്ങണം. നേരത്തെ അതിനെ നോക്കിയിട്ട് എന്തൊക്കെയോ ഇല്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ നമ്മുടെ ഈ സ്വന്തം യൂട്യൂബ് നോക്കുകയാണ് കുക്കിംഗ്. അന്നും ഇന്നും ഇപ്പോഴും അതിനൊക്കെ നമ്മൾ ഉണ്ടാക്കും. വരും നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. നമ്മൾ വെളുത്തുള്ളി വാങ്ങുമ്പോൾ കഴിവതും നമ്മൾ ഇത് ഇങ്ങനത്തെ വലിയ വെളുത്തുള്ളി വാങ്ങാൻ ശ്രമിക്കുക. അതാവുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്നാണ് ഗൈസ് ഇതൊക്കെ പൊളിച്ചുണ്ടാക്കാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു ഇത് ഇടക്കൊക്കെ ഇങ്ങനെ ഇത്ര വലിയത് വരത്തുള്ളൂ, അല്ലാതെ മറ്റേ കുഞ്ഞൻ വെളുത്തുള്ളി ആയിരുന്നു. ഇതെന്ത് പാടാ പൊളിക്കാൻ. പക്ഷെ ഇത് ഭയങ്കര സിമ്പിളാണ്. എനിക്കിത് പൊളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചെറുതായിരുന്നെങ്കിൽ കുറെ നേരം പിടിക്കുന്നത് പൊളിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഷടപടയൊക്കെ പൊളിച്ച് മാറ്റാം. പക്ഷെ ഈ വെളുത്തുള്ളി പൊളിച്ചു കഴിഞ്ഞാൽ ഒരു മണമുണ്ട്, അതിങ്ങനെ കുറെ നേരം ഉണ്ടാവും നമ്മുടെ കയ്യിൽ. ഇവിടെ എന്നെ വെളുത്തുള്ളി പൊളിക്കാൻ ഏൽപ്പിച്ചിട്ട് ഒരാൾ അപ്പുറത്ത് പോയി യൂട്യൂബിൽ നോക്കുക ഷവായ എങ്ങനെ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഞങ്ങൾ അൽഫാം ഉണ്ടാക്കിയ ടൈമില് മസാല ഷവായി അല്ല ജ്യൂസി ഷവായി അതുണ്ടാക്കാന്ന് അനിയ പറഞ്ഞു. അങ്ങനെ അതുണ്ടാക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നിരുന്ന് ലാസ്റ്റ് ഞങ്ങൾ അൽഫാം ഉണ്ടാക്കി കഴിച്ചെന്ന്. പക്ഷെ ഇന്നും ആദ്യം മസാല ഷവായിയാണ് നോക്കിയപ്പോ അതിൻ്റെ അകത്ത് കുറെ ഈ ഉണക്ക മുളകൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ കുറെ ഉണ്ട്. അപ്പം ഇക്കൊക്കെ അത് കഴിച്ചാൽ ശരിയാവത്തില്ല, എരിവൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നോർമൽ ഷവായി ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഗൈസ് ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്തിട്ട് അനിയോട് പറയൂ, അനിയ ഇതൊക്കെ കുഴപ്പമില്ല, സർജറി ഭയങ്കര സിമ്പിളാണ്, പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞത് സമാധാനിപ്പിച്ച് വിട്ടേക്കും ഗൈസ്. അനിയെ ഭയങ്കര പേടിച്ച് വിറച്ചിരിക്കുവാണ്. ഞങ്ങൾ കുറേയൊക്കെ പറഞ്ഞു, പക്ഷെ ആൾക്ക് ഭയങ്കര പേടി. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്തേക്കണേ. നമ്മുടെ വെളുത്തുള്ളി എല്ലാം ഇത്ര വലുതാകുമ്പോൾ സെറ്റ് ആവണ്ട, പെട്ടെന്ന് ഒരെണ്ണം കൊണ്ടുപോയി തന്നെ 2-3 കറിയിലൊക്കെ ഇടാം. അടുത്തത് ഇഞ്ചി സാധാരണ ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, ഇങ്ങനെ അല്ലേ. പക്ഷെ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്യും, പിന്നെ ഞാനിങ്ങനെ ചെത്തി കളയും. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഗൈസ്. ഇത്ര പെട്ടെന്ന് ഈ പണി തീരാനായിട്ട് ഇപ്പല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ചുരുണ്ട് നിൽക്കും, പിന്നെ എനിക്ക് ഇതാവും. അപ്പൊ ഞാനിങ്ങനെ ചെത്തി കളയും. അനിയ ഇവിടെ ഷവായി ഭയങ്കര സിമ്പിളാണ്. ഇത് ഇപ്പൊ 10 മിനിറ്റ് കഴിയുമ്പോ പ്ലേറ്റ് ഷവായി കഴിക്കാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ ഉണ്ട്. ഇക്ക വരുമ്പോഴെങ്കിലും ആകുവാന്നറിയാം. ഇല്ല, നമ്മൾ ഇതിന് വേണ്ട ഓരോ സാധനങ്ങൾ തപ്പിപ്പെറുക്കി എടുക്കുന്നേ ഉള്ളു. ഇങ്ങനെ ഓരോന്ന് എടുത്തോണ്ട് വരും അവിടുന്ന്, എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കി. മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഗരം മസാല, വിനാഗിരി, കുരുമുളക് പൊടി, പിന്നെ ഞാനിപ്പോൾ പൊളി. ഇതിങ്ങനെയാണ് നിങ്ങളിപ്പോൾ അതിനെ മെസ്സി ആയിട്ടൊന്നും കരുതണ്ട. ധൃതിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ സാവകാശം സമാധാനം എടുത്ത് ചെയ്യുമ്പോൾ ഇത് പാത്രത്തിലൊക്കെ പൊളിച്ച് തൊലി വേണ്ട പാത്രത്തിലൊക്കെ വെച്ചിട്ട് ശരിയാകും. നമ്മുടെ അടുക്കളയിൽ 2 സാധനങ്ങൾ വന്നിട്ട് അനിയ പറയുന്നത് ഇത് വെച്ചാൽ പൈസ വന്ന് പെരുകുമെന്നാ പറയുന്ന വീട്ടില്.
പൈസ കൊണ്ട് ഇവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത അവസ്ഥ ഇപ്പൊ. ഇതാണ് ഗൈസ് മണി പ്ലാന്റ്. പണ്ടത്തെ ഇത് അനിയടാ ഇതിക്ക കുടിച്ചിരുന്ന കപ്പായിരുന്നു. അതെന്റെ കയ്യിൽ നിന്ന് താഴെ വീണ എന്റെ പിടി ഒടിഞ്ഞ് അവിടെ ഇപ്പൊ ഞങ്ങൾ മണി പ്ലാന്റ് വെച്ചിരിക്കുന്നു. ഇതെനിക്ക് വലിയ കപ്പ് തന്നെ ചായ കുടിക്കാൻ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുല്ലയ്ക്ക് ചെറുപ്പിനല്ല, മുല്ലയ്ക്ക് അവിടെ ഒരു കടയിൽ പോയി വാങ്ങിച്ചതാണ്. അത് ഒടിഞ്ഞ് അതിലും ഞങ്ങളിപ്പം മണി പ്ലാന്റ് വെച്ചിരിക്കുന്നു. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. ഇതേണ്ട, ഇത് കയ്യാപ്പിയുടെ പഴയ വാട്ടർ ബോട്ടിൽ. ഇതിൽ ഞങ്ങൾ മണി പ്ലാന്റ് വെച്ചിരിക്കുന്നു. ഇതേപോലെ നിങ്ങളുടെ വീട്ടിലും പഴയ ബോട്ടിലോ കപ്പിലോ ഒക്കെ മണി പ്ലാന്റും ചെടിയൊക്കെ വെക്കുന്നവരാണെങ്കിൽ കമന്റ് ചെയ്തോ ഗൈസ്. എന്താ ഒരു പകുതി തക്കാളി മതി. ഞങ്ങൾ തൽക്കാലം ഒരു ഗുമ്മിന് വേണ്ടി ഒരു തക്കാളി ഫുൾ ഇടുന്നുണ്ട്. ഒരു കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. തക്കാളി നമുക്ക് കുനുകുനാന്ന് പറഞ്ഞാൽ കുനുകുനാന്ന് അറിയണ്ട, വെറുതെ രണ്ടായിട്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഷവായി റെസിപ്പിയാണ്. നമുക്കൊരു 7, 8, 9 വെളുത്തുള്ളി, 4, 6, 8, 9, 3 ചെറിയ പച്ചമുളക്, നമ്മുടെ ഇഞ്ചി നമുക്ക് അരിഞ്ഞു കൊടുക്കാം മസാല ആക്കാൻ വേണ്ടി. നമുക്കിത് അടിച്ച് മാറ്റുക, അതാണ് ഇപ്പോഴത്തെ പണി. നമുക്കത് ഏകദേശം ഒരു അരച്ച് കുരിച്ച് ഒരു പരുവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ഇടാം. ഇവിടെ ഞങ്ങൾ പിന്നെ കാശ്മീരി മുളക് പൊടി ഇടുന്നത്, അതുകൊണ്ട് 2 സ്പൂൺ വേണമെങ്കിൽ ഒരു തുള്ളിയും കൂടി ഇട്ടോ, ഒരു വഴിക്ക് പോകുന്നിട്ട് ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ സ്വന്തം മസാല, ഗരം മസാല ഇട്ടു. ഇനി നമുക്ക് കുരുമുളക്, ഇനി നമുക്ക് കുറച്ച് വിനാഗിരി. സ്പൂൺ എടുക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് നമുക്ക് തൽക്കാലം മൂടിയിൽ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ സ്വന്തം ഉപ്പ്. ഇത് മതിയാവുന്നില്ലേന്ന് അറിയത്തില്ല കേട്ടോ, നമുക്കിപ്പോൾ നോക്കിയിട്ടില്ല. എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ഗുമ്മിന് വേണ്ടിയിട്ട് എണ്ണയും കൂടെ കുറച്ച് വയ്ക്കും. ഇത് സൺഫ്ലവർ ഓയിൽ, അതെ നമ്മുടെ സ്വന്തം സൺഫ്ലവർ ഓയിൽ. ഇനി കുമ്മുമാന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇതാ നമ്മുടെ സാധനം സെറ്റ്. നമ്മുടെ മസാലയൊക്കെ നല്ല മഷി പോലെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമുക്കിനി നമ്മുടെ ചിക്കനിലോട്ട് കുഴിക്കാന്ന് വളർത്തിയേക്കാം. പിള്ളേരെ വിളിച്ചിട്ട് എന്തായാലും മസാലയൊക്കെ സെറ്റ്. നമുക്ക് പിന്നെ ഇതിനെ നമുക്ക് എയർ ഫ്രയറിലോട്ട് കൊടുത്താൽ മതി. പിന്നൊന്നും ചെയ്യണ്ട. പിന്നെ ഞങ്ങൾ കൈയും കെട്ടിയിരിക്കും വെറുതെ. ഇല്ല, കൈ കെട്ടാൻ പറ്റില്ല ഗൈസ്, ചപ്പാത്തി പരത്തണം. ചപ്പാത്തി ഇനി കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ മൊത്തം എയർ ഫ്രയർ പരീക്ഷണമായിരിക്കും. എയർ ഫ്രയർ ഉണ്ടാക്കാത്ത സാധനം വരെ ഞങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ മസാലയൊക്കെ തേച്ച് നമ്മുടെ ഷവായിക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് പെട്ടെന്ന് സെറ്റ് ആകുമ്പോൾ ഫ്രീസറിനകത്ത് ഇടാം. താഴത്ത് വെച്ചാൽ മതി, നമുക്ക് സമാധാനമില്ല. അതെ, അപ്പൊ ഇത് ഫ്രിഡ്ജിലിരിക്കുന്ന സമയത്ത് നമുക്ക് പിള്ളേരെ പോയി വിളിച്ചോണ്ട് വരാം ട്യൂഷൻ ക്ലാസ്സിൽ. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. നമ്മുടെ ഇപ്പൊ തന്നെ 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. കയാപ്പി പഠിച്ചൊക്കെ ഇരിക്കുമായിരിക്കും. കെട്ടുപോയ ചന്ദനത്തിന് വീണ്ടും കത്തിച്ചു വെക്കുന്നു.
നമ്മുടെ മയോണീസിനുള്ള പാലും മേടിക്കാൻ നൈസ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ ഞങ്ങൾക്ക് ഒരാളെയും കൂടെ കിട്ടി ഷവായ ഉണ്ടാക്കാനായിട്ട്. ചപ്പാത്തി ഉണ്ടാക്കാനുള്ള വെള്ളം. ഞങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വെച്ചു. ഇടിയപ്പം മതിയല്ലേ? ആ അപ്പൊ പെട്ടെന്ന് ആവുമല്ലോ. ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി. ചപ്പാത്തി ഉണ്ടാക്കണോ ഇടിയപ്പം ഉണ്ടാക്കണോ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തർക്കം. ഇടിയപ്പമായിട്ട് ഞാൻ സെറ്റാകുന്ന ചിലപ്പോൾ സെറ്റാകുമായിരിക്കും. പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് ചപ്പാത്തി എന്ന് തീരുമാനിച്ചു. അപ്പോൾ വെള്ളമെല്ലാം വെച്ച് ഉപ്പെല്ലാം ഇട്ട് തിളപ്പിച്ചെടുക്കാം. ചപ്പാത്തി ആണേലും ഇടിയപ്പം ആണേലും ഇതാണല്ലോ വേണ്ടത്, ഉപ്പ് ഇട്ട വെള്ളം തിളപ്പിക്കണം. അപ്പോൾ ഞങ്ങളുടെ എന്താ ഗുഹയിൽ അന്ധകാരനരിയിൽ നിന്ന് പറഞ്ഞില്ലേ ഇത് പൊടി പിടിച്ചിരിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ എയർ ഫ്രയർ പോക്കി ഞങ്ങൾ ഒരു പൊടിയല്ല പൊടി പിടിച്ച് പിന്നെ പൊടി പിടിക്കാതിരിക്കും. ഞങ്ങൾ പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടി സേഫ് ആയിട്ട് അതിന്റെ ബോക്സിൽ തന്നെ ഇട്ട് വെച്ചിരിക്കും. അങ്ങനെ തന്നെ അതിനകത്തുനിന്ന് മറ്റൊരു ഇതുണ്ടായിരുന്നു, നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പേപ്പർ ഉണ്ട്, അത് മാത്രമേ അതിന് മിസ്സായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതിനകത്തുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി വെച്ചിട്ട് ചിക്കൻ പൊരിച്ച് അത് ഇത്തിരി ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഇതാ ഉണ്ടാക്കിയത്. ഇന്നലെ അൽഫാം കഴിഞ്ഞ ദിവസം അൽഫാം ഉണ്ടാക്കി. പിന്നെ നിങ്ങൾക്ക് മിക്കവാറും കുഞ്ഞുമീൻ മോളും കൂടെ നിലത്തിടാൻ സാധ്യതയുണ്ട്. കയ്യാപ്പി ആ ബോക്സ് എടുത്തു ഇതെടുത്തോളൂ, അവിടെ ഇരുന്നോളൂ. എയർ ഫ്രയർ വെച്ചു. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു. അത് തന്നെ നമ്മുടെ ചപ്പാത്തിക്കുള്ള വെള്ളം തിളച്ചു. അത് ഓഫ് ചെയ്ത എയർ ഫ്രയർ കുത്തുക. പാചകമൊന്നിനകത്ത് ഇല്ലാത്തോണ്ട് വെച്ചത് വരെ തിരിഞ്ഞു പോയി. അങ്ങനെ കുത്തിക്ക. നമുക്ക് നമ്മുടെ ചിക്കൻ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂറായി. നമ്മളൊരു ഓവർനൈറ്റ് വെക്കാൽ ഒരു 2 മണിക്കൂർ വെച്ചാൽ തന്നെ ഒന്നും കൂടെ സെറ്റ് ആവും. പക്ഷെ 2 മണിക്കൂറൊന്നും സമയമില്ല. ഞങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞു. നമ്മൾ മൊത്തത്തിൽ നമ്മളുടെ തണുപ്പ് താഴത്തെ വെക്കണം. ഞാൻ പെട്ടെന്ന് സെറ്റ് ആകാൻ വേണ്ടിട്ട് നമ്മുടെ ഫ്രീസറിലാണ് വെച്ച. നമുക്ക് നമ്മളൊരു ഷവായ വയ്ക്കുന്നതിലൊരു ടേസ്റ്റ് മസാലക്കൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നൈസായിട്ട് ഫസ്റ്റ് എയർ ഫ്രയർ വ്ളോഗാണ്. പക്ഷെ പുറകിൽ ഞാൻ പറഞ്ഞു കൊടുക്കണത് വേറെ ഒരു കുഴപ്പവും ഇല്ലതേ ഉള്ളു. അതിന് ഓണാക്കാം. നമുക്കൊന്ന് ചെറുതായിട്ട് നമുക്ക് ചൂടാക്കിയിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് സെറ്റ് ആവും. അല്ല നടുക്ക് ഇവിടെ നമുക്കത് മെനു സെലക്ട് ചെയ്ത് കൊടുക്കാം. ചിക്കൻ അല്ല മെനു സെലക്ട് ചെയ്യണമെന്നില്ല, നമ്മുടെ ഇഷ്ടമല്ലേ. അപ്പം നമുക്കതിൻ്റെ ഇത് ചൂട് കൂട്ടി കൊടുക്കാം. 10-20 മിനിറ്റ് വെക്കാം. 20 അതിനകത്ത് മറ്റേ ചൂട് കൂട്ടുന്ന 200 200 മറ്റേ നടുക്ക് വേണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ബ്രഷ് വെച്ച് തൂത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ എടുത്ത് വെക്കാം. ദാറ്റ്സ് ഓൾ. കുഞ്ഞുമ്മിയുടെ കൂടെ മോളും കൂടെ കയറിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ചൂടായി കാണാം. നമുക്കത് ഓഫ് ചെയ്തിട്ട് നമുക്ക് സാധനം വലിച്ചെടുക്കാം.
ഓഫ് എടുത്തു. അത് ചൂടാണ്, കതിച്ച കൈ പൊള്ളുവേ. അതവിടെ വെച്ചാ പൊള്ളു. ഒരു ഫയർ ഫ്രയറിന്റെ പാത്രം വെക്കാൻ സ്ഥലമില്ല ഗൈസ്. കുറച്ച് സ്ഥലം കൂടുതൽ വേണം. കുറച്ച് സൺഫ്ലവർ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മാത്രം മതി അല്ലേ? മൊത്തത്തിൽ ഒന്ന് ചുറ്റി. അവിടെ ഒന്നും വേണ്ട, താഴത്തെ മാത്രം മതി. ചുറ്റിച്ചിട്ടുണ്ട്. തുള്ളി കൂടെ. ഇനി നമ്മുടെ ചിക്കൻ കുട്ടന്മാര് ഓരോന്നോരോന്നായിട്ട്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നല്ലപോലെ ഒന്നും കൂടെ മസാല പെരട്ടി എടുക്കാം. അപ്പം തനിക്കിതാണ് ഇനി വെച്ചു. ഇത് ചെറുതാണോ കാലാണോ മനസ്സിലാവുന്നില്ല. ഞങ്ങളൊരു ചിക്കൻ 4ആയിട്ട് മുറിച്ചു, 5ആയിട്ട് മുറിച്ചെടുത്ത്. 5 or 6 ആയിട്ട് വിചാരിച്ചത്. കതി ചവച്ചു, കൈ പൊള്ളു. കതി വെക്കണ്ട, കൈ അല്ല 4 അങ്ങോട്ട് ഒരു സൈഡിലോട്ട് ഒതുക്കി. അങ്ങനെ ഒരു പീസും കൂടെ വെക്കും. എന്നാ നമ്മുടെ എയർ ഫ്രയറിലോട്ട് എല്ലാം ഒരു 4 പീസ് ഇതൊന്നും കൂടെ നമുക്ക് ചിലപ്പോൾ ഇരിക്കും. അപ്പം അതിനകത്ത് നമുക്ക് 4 പീസ് വെക്കുന്നുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓയിലും കൂടെ തേച്ച് കൊടുത്തിട്ട് ഫ്രയറിലോട്ട് വെക്കാം. അതിനകത്തൊട്ട് വെച്ചു. നേരത്തെ കണക്കന്നെ ഓണാക്കുക. 200 മറ്റേ 20 മിനിറ്റ്. അങ്ങനെ നമ്മൾ എയർ ഫ്രയർ ചെയ്യുന്നുണ്ടാലും ചിക്കൻ റെഡി ആയിട്ട് നമുക്ക് ആ സമയത്ത് നമ്മുടെ സ്വന്തം ചപ്പാത്തി റെഡി. അങ്ങനെ ഫൈനൽ ഇടിയപ്പം വേണോ ചപ്പാത്തി വേണോ എന്നുള്ളതിൽ ഞങ്ങൾ ചപ്പാത്തിയിൽ ഉറപ്പിച്ചു ഗൈസ്. കാര്യം ഇടിയപ്പം ഷവായും തമ്മിൽ ഒരു കോമ്പിനേഷൻ ഇതുവരെ എങ്ങും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, തിന്നിട്ടുമില്ല. ചപ്പാത്തി പിന്നെ നമ്മൾ കുബൂസ് റുമാലിയൊക്കെ കഴിക്കുമ്പോൾ നോർമൽ ചപ്പാത്തി എന്തായാലും സെറ്റ് ആവും. അത് തമ്മിൽ എന്തായാലും ചേരാതിരിക്കത്തില്ല. അതുകൊണ്ട് ചപ്പാത്തി ഷവായി മയോണൈസ് ഉള്ള പോലെ തന്നെ ദേ ഇവിടെ ചപ്പാത്തി ചുട്ടെടുക്കുന്നു, ഇവിടെ പരത്തുന്നു. സാധാരണ ഇവിടെ ആയിരിക്കും. ഇവിടെ നമുക്കിന്ന് എയർ ഫ്രയറിന് സ്ഥാനം കൊടുത്തോണ്ട് അനിയന ഇന്ന് അവിടെയാണ് പണി. ഇവിടുന്ന് ചപ്പാത്തി വന്ന് എടുക്കണം. ഇത് കൊണ്ടുപോയി ഇവിടെ ഇടണം. ചപ്പാത്തി എങ്കിലും കരിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അതെ, എന്നത്തെ പോലെ ഇന്ന്. പക്ഷെ ഇന്ന് അധികം കരിഞ്ഞിട്ടില്ല, ചെറുതായിട്ടുള്ളു. പക്ഷെ ഒരു നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അനി ഇവിടെ നിന്ന് ചപ്പാത്തിയുടെ കണക്കെടുക്കുക. അനിയൊക്കെ 2, എനിക്ക് 2, ഇക്കും 4. അയ്യോ, അങ്ങനെ ഇടക്ക് പോയപ്പോഴാണ് എന്റെ ചപ്പാത്തി കരിഞ്ഞത്. പക്ഷെ അനിയ വിചാരിച്ച് എയർ ഫ്രയർ ഇരിക്കുന്ന ചിക്കൻ കരിഞ്ഞായിരിക്കും. അങ്ങനെ ഇതേപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഓക്കെ, ഞങ്ങൾ ഷവായി കുക്ക് ചെയ്യുന്ന ടൈമിൽ കയാപ്പിയുടെ കുക്കിംഗ് സാധനങ്ങളൊക്കെ വെക്കുക അല്ലേടോ? അവിടെ നേരത്തെ ഒരു കുഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു. കയാപ്പി പരത്തിയെടുത്തതാ. ഉണക്കക്കുള്ളി പോലും ഉണ്ട് ചപ്പാത്തി. നമുക്ക് ഈ കാസ്ട്രോൾ ഇട്ടു. അങ്ങനെ നമ്മുടെ ഷവായി ഫസ്റ്റ് സെക്ഷൻ റെഡിയായി ഗൈസ്. രണ്ട് കയ്യിൽ പണിയെടുക്കണം. ഇവിടെ ചപ്പാത്തി, ഇവിടെ ഷവായി.
ഒരു ചപ്പാത്തി ഒരു ഷവായി. ഒരാളെ കാണിക്കാം അച്ഛന വീഡിയോയിൽ. നോക്കൂ, 2 വാക്ക് പറയൂ. പറ. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇതുകൊണ്ട് തീർന്നു. അല്ല, ചപ്പാത്തി തീർന്നു. അതുകൂടി അത് സെറ്റാക്കി കുറച്ച് മയോണൈസ് കൂടി ഉണ്ടാക്കിയ കഴിക്കാം. കയ്യാപ്പി ഇടക്കിടക്ക് വന്നത് വ്യത്യസ്തമായ ഓരോ ആകൃതികളിൽ ചപ്പാത്തി പറ്റി തന്നിട്ട് പോകുന്നുണ്ട്. ഇതാണ് ഗൈസ് കയാപ്പിയുടെ ന്യൂ ലിപ്സ്റ്റിക് റബ്ബർ. ഓപ്പൺ ചെയ്തേ. അടുത്തത് നമ്മൾ നമ്മുടെ സ്വന്തം മയോണൈസിന്റെ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. പക്ഷെ എന്താന്ന് വെച്ചാ മിക്സിയുടെയും എയർ ഫ്രയറിന്റെയും ഒരു പ്ലഗേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ ഹാളിൽ പോയിട്ട് അവിടുത്തെ പ്ലഗിൽ കുത്താം. മിക്സിയും ജാറും ഒക്കെ ആയിട്ട് അനിയ പോകുന്നുണ്ട്. ആദ്യം ഉണ്ടാക്കിയ പോലെ തന്നെ ഗൈസ്. ഇവിടെ ഒന്ന് എണ്ണ ഒഴിക്കണം, അവിടെ പോയിട്ട് മിക്സിയിൽ അടിക്കണം, പിന്നെ അവിടെ ഒന്ന് എണ്ണ ഒഴിക്കണം. ചപ്പാത്തി അവിടെ ഒന്ന് അവിടെ ഇവിടെ അവിടെ ഇവിടെ അങ്ങനെയായിരുന്നു. മൊത്തത്തിൽ അളവ് തെറ്റിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇന്ന് തല്ലിക്കൂട്ട് മയോണൈസ് ആണ് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ പല പല പണികൾക്കൊടുവിൽ ഞങ്ങളുടെ മയോണൈസ് റെഡിയായി. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഷവായി ടേസ്റ്റിംഗ് ടൈം. അപ്പോൾ ഞങ്ങൾ ഫുള്ള് ഉണ്ടായി കഴിഞ്ഞ് ഞങ്ങൾ അതിനകത്ത് തന്നെ അടച്ച് വെച്ച്, അപ്പോൾ അതിൻ്റെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടും കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിതാ ഫസ്റ്റ് ഒരു ചപ്പാത്തി എവിടെ ഫസ്റ്റ് കറം എന്താ ചപ്പാത്തി നമ്മുടെ ചിക്കൻ ഷവായി അതിൽ നമ്മുടെ ഷവായി. എന്താണ് അങ്ങോട്ടാട്ടെ ചെയ്യുന്നില്ലല്ലോ. ഞങ്ങളിന്ന് പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചൊന്നുമില്ല. ഞങ്ങൾ മയോണൈസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യം. മയോണൈസ്. ഇനി ടേസ്റ്റിംഗ് ടൈം. നല്ല ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് കഴിച്ചോ അതൊന്നാ മതി. ഞങ്ങൾ ഉണ്ടാക്കിയോണ്ട് പറയല്ലേ, എപ്പോഴും പറഞ്ഞ സ്ഥിരം ഡയലോഗ്. ചിക്കൻ നല്ല ചൂടോടെ കഴിക്കുമ്പോ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ട്. ഞാൻ അനിയുടെ എക്സ്പ്രഷൻ കാണുന്നുണ്ട്.
ഇനി അവിടെ രണ്ടുപേരും ഇരുന്ന് പഠിക്കുന്നുണ്ട്, നമുക്ക് അവർക്ക് കൊണ്ട് കൊടുക്കാം. വാ ഞങ്ങളുടെ കയ്യാപ്പു പഠിക്കുക. സുട്ടുമണി ഓ ഓ വാ നിറച്ചു കൊടുത്ത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കലാവിരുന്നിൽ ഏകദേശം അവസാനിക്കുകയായി. അപ്പം ഈ ഉള്ളൊരു ഷവായ കഴിക്കണേ നമ്മള് റെസ്റ്റോറന്റ് തേടി പോകേണ്ട കാര്യമൊന്നുമില്ല. ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം എയർ ഫ്രയർ ഇല്ലെങ്കിൽ തന്നെ ഇതുണ്ടാക്കാം അല്ലേ? എയർ ഫ്രയറിലല്ലേ നമുക്ക് നമ്മുടെ ഫ്രൈ പാനിൽ വെച്ച് ഞങ്ങൾ വട്ടം കറിയിക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ലൈറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഒരു ബ്ലറർ കണക്ക് വരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉള്ള ആ ഒരു ചപ്പാത്തി ഒരു ചിക്കൻ പീസും എടുത്ത് ഞങ്ങൾ അത് വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തിച്ച് വിശദമായിട്ടുള്ള കഴിക്കുക. അപ്പം അതുകൊണ്ടായിരുന്നു ഒരു ചപ്പാത്തിയും ഒരു പീസ് ചിക്കനും ഞങ്ങൾ 4 പേരും കൂടെ പിച്ച് തിന്നും അകത്താക്കി. വിശദമായിട്ടുള്ള തീറ്റി അല്ല ഭക്ഷണം കഴിക്കലും ബാത്റൂമിലായതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ആരും പറയുന്നത് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ വാങ്ങുമ്പോൾ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ റെസിപ്പി കണ്ടിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്തെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ ഗൈസ്. അപ്പോൾ നാളെ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. ഇനി ഈ വീഡിയോ വന്നതിന് ശേഷം നാളെ ഹോസ്പിറ്റൽ വീഡിയോ ആയിരിക്കും വരുന്നത്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.